വേദിയിട്ട് പ്രശംസിക്കുന്നു എന്നുള്ളത് ശരിയാണ്. അതിനു പുറമെ ഇപ്പം ഇന്ന് കണ്ടത് മന്ത്രി വാസവൻ അദ്ദേഹത്തെ വളരെ പ്രകീർത്തിച്ച് സംസാരിച്ചു എന്ന് കേട്ടു. നേരത്തെ പാലാ ബിഷപ്പ് വളരെ മോശമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചപ്പോഴും അപ്പോഴും ഈ മന്ത്രി വാസവനാണ് അദ്ദേഹത്തെ നേരിട്ട് പോയി സന്ദർശിച്ച് അദ്ദേഹത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില സ്പോൺസർമാരുണ്ടോ എന്ന് സംശയിക്കണം. അല്ല, അതാ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. വാസവനാണോ സ്പോൺസർ? അല്ല, ഞാൻ അങ്ങനെ ആരോപിക്കുന്നില്ല. പക്ഷേ ഇതിന് ചില സമാനതകളുണ്ട്. അതായത് മുസ്ലിങ്ങളെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അന്ന് പാലാ ബിഷപ്പ് ചെയ്തത്. അതിന്റെ തൊട്ടടുത്ത ദിവസം അവിടെ അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് സംസാരിച്ചത് മന്ത്രി വാസവനായിരുന്നു. ഇന്നലെ ഈ വെള്ളാപ്പള്ളി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇന്ന് ആ വെള്ളാപ്പള്ളിയെ പ്രകീർത്തിച്ച് സംസാരിക്കുന്നതും ഇതേ മന്ത്രിയാണ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ അതിൽ ചില സമാനതകളുണ്ട് എന്ന് നമ്മൾ സംശയിക്കണം. എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ചോദിക്കുന്നു? അതെ, തീർച്ചയായും കേസെടുക്കേണ്ടതാണ്, നടപടി ഉണ്ടാവേണ്ടതാണ്. മാത്രമല്ല ഇവിടെ നമുക്കറിയാലോ, ഇതിനേക്കാൾ വളരെ നാമമാത്രമായിട്ടുള്ള ചില പ്രതികരണങ്ങളോ മറ്റൊക്കെ നടക്കുമ്പോഴേക്കൊക്കെ വളരെ കർശനമായിട്ട് നടപടിയെടുക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. അതിൽ വലിയ ദുരൂഹതയുണ്ട്. മുസ്ലിം സംഘടനകൾക്കോ സമസ്തയായാലും നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് ഇത്തരം വിഷയങ്ങൾ? അല്ല, ഇത് ആവർത്തിക്കാൻ പാടില്ല. ഇത് ഉത്തരവാദപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം ആളുകളെ പിടിച്ചുകെട്ടണം. മാത്രമല്ല പൊതുസമൂഹം ഇത് തിരിച്ചറിയണം. ഇത് വളരെ യാദൃശ്ചികമായിട്ട് ഒരാളുടെ പ്രസംഗത്തിൽ വന്ന പരാമർശമല്ല, വളരെ ആസൂത്രിതമായിട്ട് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ തിരക്കടില്ല. തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു തെളിവുമില്ലാത്ത ഒരു ഡാറ്റയും ഹാജരാക്കാതെ ഒരു സമുദായത്തിനെതിരെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭരണകൂടം നോക്കി നിൽക്കാൻ പാടില്ല, ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കാൻ പാടില്ല. അത് തീരുമാനവും നടപടി ഉണ്ടാവണം.